പട്ടാമ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥികളെ ഒന്ന് ആദ്യം പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് നോക്കാം. പട്ടാമ്പി LDFിന് വേണ്ടി അവിടെ മത്സരിക്കുന്നത് മുഹമ്മദ് മുഹ്സിനാണ്, CPIയുടെ സ്ഥാനാർത്ഥിയാണ്. UDFിന് വേണ്ടി TP ഷാജിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക്. NDAക്ക് വേണ്ടി P മനോജാണ് BJPയുടെ സ്ഥാനാർത്ഥി. പാലക്കാട് ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ നിർണായകമായ ഭാരതപ്പുഴയുടെ തീരത്തെ വിപ്ലവ മണ്ണായ പട്ടാമ്പി ഇത്തവണ ഒരു ഹാട്രിക് വിജയത്തിനാണോ അതോ രാഷ്ട്രീയ മാറ്റത്തിനാണോ സാക്ഷ്യം വഹിക്കുക എന്നത് കേരളം ഉറ്റുനോക്കുന്നു. JNUവിൽ നിന്നുള്ള പോരാട്ട വീര്യവുമായി എത്തിയ മുഹമ്മദ് മുഹ്സിൻ തൻ്റെ മൂന്നാം അംഗത്തിന് ഇടതുപക്ഷത്തിനായി ഇറങ്ങുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് TP ഷാജിയെ രംഗത്തിറക്കുന്നു. NDAക്കായി P മനോജ് കൂടി എത്തിയതോടുകൂടി പട്ടാമ്പിയിലെ പോരാട്ടം അതിശക്തമായിട്ടുള്ള പ്രചാരണ വേളയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പട്ടാമ്പിയെക്കുറിച്ച് പറയുമ്പോൾ നിളയുടെ തീരം, വിപ്ലവ പാരമ്പര്യം, രാഷ്ട്രീയ മാറ്റങ്ങൾ ഒരുപോലെ സാക്ഷ്യം വഹിച്ച മണ്ണ്, പാലക്കാടിൻ്റെ പടക്കളമായിട്ടുള്ള പട്ടാമ്പി. കഴിഞ്ഞ 10 വർഷമായിട്ട് മുഹമ്മദ് മുഹ്സിൻ എന്ന യുവ നേതാവിനെ നെഞ്ചേറ്റിയ പട്ടാമ്പി ഇത്തവണയും ആ ചുവപ്പ് തുടരുമോ എന്നുള്ള ചോദ്യം ആണ് പ്രധാനപ്പെട്ട ചോദ്യം. JNUവിൽ നിന്ന് പട്ടാമ്പിയിലെത്തിയിട്ട് 10 വർഷം കൊണ്ട് മണ്ഡലത്തെ ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയാക്കി മാറ്റിയ മുഹമ്മദ് മുഹ്സിൻ ഹാട്രിക് വിജയം ലക്ഷ്യമിടുമ്പോൾ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ TP ഷാജിയിലൂടെ UDF വൻ തന്ത്രങ്ങളാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ P മനോജിലൂടെ BJP പിടിക്കുന്ന വോട്ടുകൾ ആരുടെ സിംഹാസനമാണ് തകർക്കുക എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. 17,000-ലധികം വരുന്ന ഇടത് കോട്ടയിലെ വിള്ളൽ കണ്ടെത്താൻ കോൺഗ്രസിന് സാധിക്കുമോ? ഇനി പട്ടാമ്പിയിലെ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് നോക്കാം. പട്ടാമ്പി ഒരിക്കൽ UDFിൻ്റെ, പ്രത്യേകിച്ച് CP മുഹമ്മദിൻ്റെ സുരക്ഷിതമായ താവളമായിരുന്നു. എന്നാൽ 2016 മുഹമ്മദ് മുഹ്സിൻ എന്ന യുവ പോരാളിയിലൂടെ ഇടതുപക്ഷം ആ കോട്ട പിടിച്ചെടുത്ു. 2021 തൻ്റെ ഭൂരിപക്ഷം 17,974 വോട്ടുകളായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് മുഹ്സിൻ തൻ്റെ ജനപ്രീതി തെളിയിക്കുകയും ചെയ്തു. പാലക്കാട് ജില്ലയിലെ CPIയുടെ ഏറ്റവും കരുത്തുറ്റ മണ്ഡലങ്ങളിലൊന്നായി പട്ടാമ്പി മാറി. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് നിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ UDFിന് നേരിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇത്തവണ TP ഷാജിയെ പോലെ ഒരു സംഘടനാ നേതാവിനെ ഇറക്കിക്കൊണ്ട് വോട്ട് ചോർച്ച തടയാം എന്ന കണക്കുകൂട്ടലാണ് UDF. ആ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഓരോ പ്രചാരണവും. BJPക്ക് പട്ടാമ്പിയിൽ 13,000-ഓളം സ്ഥിരമായിട്ടുള്ള വോട്ടുകളുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. LDFിലെ മുഹമ്മദ് മുഹ്സിൻ CPIയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണെന്ന് നോക്കാം. സിറ്റിംഗ് MLA എന്നുള്ള നിലയിലുള്ള മികച്ച പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. യുവജനങ്ങൾക്കിടയിലുള്ള വലിയ സ്വീകാര്യതയുണ്ട്. മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ ആരോഗ്യ പദ്ധതികളൊക്കെ എടുത്തു കാണിക്കുന്നുണ്ട്. CPIഎമ്മിൻ്റെയും CPIയുടെയും ശക്തമായിട്ടുള്ള സംഘടനാ പിന്തുണയും മുഹമ്മദ് മുഹ്സിൻ്റെ വലിയ ശക്തിയായിട്ട് വരുന്നു. പക്ഷേ വെല്ലുവിളി എന്ന് പറയുന്നത് 10 വർഷത്തെ ഭരണത്തിനെതിരെ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്ന സ്വാഭാവികമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇനിയും പൂർത്തിയാകാനുള്ള ചില വൻകിട പദ്ധതികൾ പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട് എന്നുള്ള കാര്യവും മറക്കരുത്. പട്ടാമ്പിയിലെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കോൺഗ്രസ്സുകാരനായിട്ടുള്ള TP ഷാജിയുടെ ശക്തി എന്താണ്? കോൺഗ്രസിൻ്റെ പ്രാദേശിക തലത്തിലുള്ള സംഘടനാ കരുത്താണ്. മണ്ഡലത്തിലെ വോട്ടർമാരുമായിട്ടുള്ള അടുത്ത ബന്ധമാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ചില വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളി എന്താണ്? 17,000-ലധികം വോട്ടിൻ്റെ വലിയ വിടവ്. ആ വിടവ് നികത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് എളുപ്പമുള്ളൊരു കാര്യമല്ല, വലിയ വെല്ലുവിളിയാണ്. ഇടതുപക്ഷത്തിൻ്റെ അടിയുറച്ച വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ പുതിയ തന്ത്രങ്ങൾ ആവശ്യമായിട്ട് വരുന്നു UDFിന്. NDAയിലേക്ക് വരികയാണെങ്കിൽ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് P മനോജാണ്. BJPയുടെ അടിയുറച്ച വോട്ട് ബാങ്കാണ് മനോജിൻ്റെ ശക്തി എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെയൊക്കെ പ്രചാരണം, നഗരമേഖലകളിലൊക്കെയുള്ള സ്വാധീനം, അതൊക്കെ പ്രധാനപ്പെട്ട ശക്തിയായിട്ട് പറയാം. പക്ഷേ അവിടുത്തെ NDAയുടെ സ്ഥാനാർത്ഥിയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പോരാട്ടം LDFും UDFും തമ്മിലാകുമ്പോൾ BJPക്ക് വോട്ട് വിഹിതം വലിയ തോതിൽ ഉയർത്തുക എന്ന് പറയുന്നത് പ്രയാസകരമാണ് എന്നുള്ളതാണ്. ഈ 3 സ്ഥാനാർത്ഥികളോടും നമ്മൾക്കുള്ള ചോദ്യങ്ങൾ നോക്കാം. ഈ ചോദ്യങ്ങൾ അവിടെ വിവിധ പ്രചാരണ വേളകളിൽ, പ്രചാരണ വേദികളിൽ ഉയർന്ന ചോദ്യങ്ങൾ തന്നെയാണ്. മുഹമ്മദ് മുഹ്സിനോട് ഉയർന്ന ചോദ്യം പട്ടാമ്പി എന്ന് പറയുന്നത് വിപ്ലവത്തിൻ്റെ കുത്തകയാണ് എന്നുള്ളൊരു അമിതമായ വിശ്വാസം ഇത്തവണ തിരിച്ചടിയാകുമോ എന്നുള്ളതാണ്. 10 വർഷം നൽകിയിട്ടും പട്ടാമ്പി പാലത്തിൻ്റെ കാര്യത്തിലും ഗതാഗതക്കുരുക്കിൻ്റെ കാര്യത്തിലും ശാശ്വതമായിട്ടുള്ള പരിഹാരമുണ്ടാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം വരുന്നു. ഹാട്രിക് വിജയം എന്ന് പറയുന്നത് വെറും സ്വപ്നമായിട്ട് മാറുമോ എന്നുള്ള ചോദ്യവും അവിടെ നിന്ന് ഉയരുന്നുണ്ട്. ഇനി TP ഷാജിയോട്, കോൺഗ്രസിനോട് ഉള്ള ചോദ്യം എന്ന് പറയുന്നത് CP മുഹമ്മദ് ഇല്ലാത്ത പട്ടാമ്പിയിൽ UDF അനാഥമാണോ എന്നുള്ള ചോദ്യമാണ്. 17,000 വോട്ടിൻ്റെ ഭീമമായിട്ടുള്ള വിടവ് വെറും മുദ്രാവാക്യങ്ങൾ കൊണ്ട് മാത്രം നികത്താൻ കഴിയുമെന്ന് TP ഷാജി കരുതുന്നുണ്ടോ? കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് ഇത്തവണയും വില്ലനാകുമെന്നുള്ള ആശങ്കയില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. NDAയിലെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള P മനോജിനോടുള്ള ചോദ്യം പട്ടാമ്പിയിൽ BJPക്ക് എപ്പോഴും 10,000-ഓളം വോട്ടുകളിൽ ഒതുങ്ങേണ്ടി വരുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ്? ഒരു അട്ടിമറിക്ക് സാധ്യതയുള്ള മണ്ഡലമായിട്ട് പട്ടാമ്പിയെ മാറ്റാൻ BJPക്ക് ഇതുവരെ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യവും അവിടെ നിന്ന് ഉയർന്നു. സ്വാഭാവികമായിട്ടും ഈ ചോദ്യങ്ങൾ രാഷ്ട്രീയമായ ചോദ്യങ്ങളാണ്. ജനങ്ങളുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പ്രാദേശികമായ ചർച്ചാ വിഷയങ്ങളാണ്. പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ടൗണിലെ രൂക്ഷമായിട്ടുള്ള ഗതാഗതക്കുരുക്കും പുതിയ പാലത്തിൻ്റെ നിർമ്മാണത്തിലെ കാലതാമസവും വോട്ടർമാരുടെ പ്രധാനപ്പെട്ട പരാതിയാണ്. ഇനി പട്ടാമ്പിയിലെ ആരോഗ്യ മേഖല നോക്കുകയാണെങ്കിലോ, പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ സൗകര്യങ്ങളുടെ പോരായ്മ എടുത്തു പറയുന്നുണ്ട്. വിദഗ്ധ ചികിത്സയുടെ അഭാവത്തെക്കുറിച്ചുള്ള പരാതികൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്.
കാർഷിക മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, ഭാരതപ്പുഴയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇനി ശുദ്ധജലക്ഷാമത്തെക്കുറിച്ച് കൂടി അവിടെ പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. വേനൽക്കാലത്ത് മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്ന അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നവും പട്ടാമ്പിയിൽ നിന്ന് ഉയരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പട്ടാമ്പി എന്നുള്ള മണ്ഡലം, ആ മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമല്ല, ജനകീയമായിട്ടുള്ള വിഷയങ്ങളും ചോദ്യങ്ങളായിട്ട് വരുന്നു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അവർ നൽകുന്നുണ്ട്, നേതാക്കൾ നൽകുന്നുണ്ട്, സ്ഥാനാർത്ഥികൾ നൽകുന്നുണ്ട്. ആ ഉത്തരങ്ങളിൽ ജനങ്ങൾ എത്രത്തോളം വിശ്വാസ്യത പുലർത്തുന്നു, അവരവരുടെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടോ, അത് പോളിംഗ് ബൂത്തിൽ ഏത് രീതിയിൽ വോട്ടായിട്ട് മാറും എന്നാണ് ഇനി കണ്ടറിയാനുള്ളത്. പട്ടാമ്പിയിൽ നമ്മൾ യാത്ര അവസാനിപ്പിക്കുന്നു.